നോക്കി കടലൊക്കെ എന്തു ഭംഗിയാ. നീ പറഞ്ഞ കറക്റ്റാ, ഇവിടെ നല്ല രസമുണ്ട്. ആക്ച്വലി ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ വരാറില്ല, ഫസ്റ്റ് ടൈമാ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എടി ഇവിടെ നിന്ന് നോക്കിയിട്ട് ഒരു കാര്യമില്ല, അങ്ങോട്ട് ഇറങ്ങി കളിക്കണം. ഋഷി ബാ, നമുക്കൊന്ന് പോയി കാല് നനച്ചിട്ട് വരാം. ഏയ് ഞാനില്ല, നിങ്ങൾ പോയിട്ട് വാ, ഞാനിങ്ങനെ ദൂരെ നിന്ന് നോക്കിക്കോളാം. എനിക്ക് അതാ ഇഷ്ടം. ശരി, എന്നാൽ നീ ഇവിടെ നിന്നോ. സാക്ഷി ബാ, നമുക്ക് കാലൊക്കെ നനച്ചിട്ട് വരാം. അയ്യോ, ഇറങ്ങാനോ? ഞാനില്ല, എനിക്ക് പേടിയാ. ആഹാ, എന്നാൽ നിന്റെ പേടി ഞാൻ ഇന്ന് മാറ്റിത്തരാം. ഇങ്ങോട്ട് വാടി. ശ്രീ വേണ്ട കേട്ടോ, എനിക്ക് പേടിയാ. നിക്കടി അവിടെ. ശ്രീ ഞാൻ സത്യമോ പറയുന്ന, എനിക്ക് കടല് പേടിയാ. ഞാനില്ല. അതല്ലേ ഞാൻ പറഞ്ഞ, ആ പേടി ഞാനങ്ങ് മാറ്റിത്തരാം. പോടാ, ഞാനില്ല. നിന്നെ ഇന്ന് ഞാൻ നോക്കിക്കോ. നിനക്ക് ഐസ്ക്രീം വേണോ? നീ റഷീയുടെ അടുത്ത് പോയി നിന്നോ, ഞാൻ ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വരാം. ഋഷി എന്താ ശ്രീ വിളിച്ചപ്പോൾ കടലിൽ കളിക്കാൻ വരാത്ത? ഋഷിക്ക് ഞങ്ങളോട് കളിക്കാൻ ഇഷ്ടമല്ലേ? ഇങ്ങനെ ദൂരെ നിന്ന് നോക്കുന്നതാണോ ഇഷ്ടം? ഞാൻ അധികം ഒന്നിനെയും അടുത്ത് നിന്ന് കാണാറില്ല. ദൂരെ നിന്ന് നോക്കുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ അടുത്ത് നിൽക്കണമെങ്കിൽ അതെൻ്റെ മാത്രമായിരിക്കണം. ഋഷിക്ക് ശരിക്കും പഴയ കോളേജൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും. അവിടെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതല്ല, ഇവിടെ വന്നിട്ട് ഋഷി ആരോടും അടുത്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഋഷിക്ക് ആരെയും ഇഷ്ടമായില്ലേ? ഇല്ല, എനിക്ക് ചിലരെയൊക്കെ ഇഷ്ടമാവുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് എന്താ, ഇവൻ പറയുന്നത് എന്താ? എല്ലാം അറിയാവുന്ന പോലെ ഇരിക്കാം. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാൽ ചിലപ്പോൾ ദേഷ്യപ്പെട്ടാലോ? അതെ, ഇതാ രണ്ടാളും ഐസ്ക്രീം കുടിച്ചിട്ട് നമുക്ക് വേഗം പോവാം. ഇനി നിന്നെ വീട്ടിലാക്കാൻ ലേറ്റ് ആവും. പിടിക്ക്. ആക്ച്വലി ശ്രീ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറും പിന്നെ കോൺ ഐസ്ക്രീം എൻ്റെ ഫേവറേറ്റാണ്. ആക്ച്വലി എനിക്കും ഈ ബട്ടർ സ്കോച്ചാണ് ഇഷ്ടം. നിനക്കിഷ്ടമായിരുന്നു. ഏകദേശം നമ്മൾ ഒരേ ടേസ്റ്റാന്ന് തോന്നുന്നു അല്ലേ? ഒരേ വേവ് ലെങ്തുള്ളവർക്ക് ഒരേ ടേസ്റ്റ് ആയിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും. ഞാൻ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞു, നിങ്ങളും കൂടെ കഴിച്ചെങ്കിൽ നമുക്ക് പോവാം. ഋഷി അങ്ങോട്ട് നോക്കിയേ, അത് ഫോട്ടോഗ്രാഫറല്ലേ? നമുക്ക് ഓരോ ഫോട്ടോ എടുത്താലോ? നമ്മളിവിടെ വന്നത് ആദ്യമായിട്ടല്ലേ? എന്തായാലും എടുക്കാം, പെട്ടെന്ന് കിട്ടുന്നതല്ലേ? ശരിക്കും പെട്ടെന്ന് കിട്ടോ? എങ്കിൽ നമുക്ക് എടുക്കാം. ഇവിടെ വന്നത് നമുക്കൊരു ഓർമ്മയായിരിക്കുമല്ലോ. ശ്രീ ഒന്ന് പോയി സംസാരിക്കടാ. നിങ്ങളിവിടെ നിന്നോ, ഞാൻ പോയി അയാളോട് സംസാരിച്ചിട്ട് വരാം. ഞാൻ ഈ ദിവസം ഒരിക്കലും മറക്കില്ല. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ഋഷിക്കോ? ആ, നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. സാക്ഷിക്ക് ശ്രീയുടെ ക്യാരക്ടർ നല്ല ഇഷ്ടമാണെന്ന് തോന്നുന്നു. ശ്രീ അവൻ പൊളിയല്ലേ? നല്ല ജെന്യൂൻ ക്യാരക്ടറാണ്, നല്ല ഓപ്പൺ മൈൻഡുമാണ്. എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ ഇഷ്ടമാണ്. സാക്ഷിക്ക് എൻ്റെ ക്യാരക്ടർ എന്തായിട്ടാണ് തോന്നുന്നത്? ഋഷിയെ പറ്റി പറയുകയാണെങ്കിൽ ഫീലിങ്സ് ഒന്നും പുറത്ത് കാണിക്കില്ല. ഉള്ളിൽ സാഡാണെങ്കിലും ഹാപ്പി ആണെങ്കിലും ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ആക്ച്വലി ഞാനൊരു സത്യം പറയട്ടെ, ശ്രീ ചിരിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ ഫേസ് എനിക്ക് അറിയത്ത് പോലുമില്ല. ഗോഡ്, തനിക്ക് ഇത്രയും നല്ല മുഖം ഉണ്ടായിട്ടാണോ താൻ ഇങ്ങനെ മുഖം ഇറക്കി വെക്കുന്നത്? ചിരിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹലോ, അയാൾ ഫോട്ടോ എടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ ഫോട്ടോ എടുത്താലോ? ഇങ്ങോട്ടല്ല, അവിടെയാ. ഓ, അതെനിക്കറിയാം. ഓക്കെ, റെഡി. ആക്ച്വലി ഈ ഫോട്ടോ ഞാൻ ഒരിക്കലും കളയില്ല. മൈ ഫേവറേറ്റ് വൺ. നമുക്ക് പോവാം. നമുക്ക് പോവാം. ഇനി നിന്നാൽ ശരിയാവില്ല. ആ, പോവാം. അപ്പോൾ ഇന്ന് നീ ഒരുപാട് ഹാപ്പിയാണ്. നിനക്ക് ബീച്ചൊക്കെ കണ്ടപ്പോൾ ഒത്തിരി ഹാപ്പിയായി അല്ലേ? അമ്മയ്ക്ക് സന്തോഷമായി. നീ ഇതുപോലെ എന്നും ഹാപ്പി ആയിട്ടിരിക്കണം. അവർ നിന്നെ ഹാപ്പി ആക്കുന്നുണ്ടെങ്കിൽ അവരെ ഫ്രണ്ട്ഷിപ്പ് നീ കളയരുത്. അമ്മ പറഞ്ഞ ശരിയാ, ഇതുപോലെ എനിക്കൊരു ഫ്രണ്ട്സ് ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല. ആക്ച്വലി ശ്രീ ഇല്ലേ, സംസാരിക്കുമ്പോൾ ടൈം പോകുന്നതറിയില്ല. ഗുഡ്, എനിക്കറിയാം അവൻ നിനക്ക് പറ്റിയ ചെക്കനാ. പതുക്കെ പതുക്കെ അവനെ കൊണ്ട് നീ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കണം. ഇയാളിവിടെ ഉണ്ടായിരുന്നോ? സാക്ഷി, നിനക്ക് നാളെ കോളേജ് ഉള്ളതല്ലേ? പൊക്കോ, പോയി കിടന്നോ, രാവിലെ എണീക്കണ്ടേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട, പോയി കിടന്നോ. ഗുഡ് നൈറ്റ്.
ഇയാൾക്ക് വേറെ ഒരു പണിയുമില്ലേ? ഛേ. സ്റ്റുഡൻസ്, നിങ്ങളുടെ കഴിഞ്ഞ എക്സാമിന്റെ റിസൾട്ട് നാളെ വരും. പ്രിൻസിപ്പൽ നോട്ടീസ് തന്നിട്ടുണ്ടായിരുന്നു. പെയിന്റിംഗ് കോമ്പറ്റീഷന് പേര് തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഋഷി മാത്രമേ വന്ന് പേര് തന്നിട്ടുള്ളൂ. സ്റ്റാഫ് റൂമിലൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ സാക്ഷി കഴിഞ്ഞ ഇയർ വരെ മത്സരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു എന്ന്. എന്നിട്ടെന്താ എനിക്ക് പേര് തരാത്ത? ഞാൻ നിങ്ങളുടെ രണ്ടുപേരെ പേരും എഴുതി കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ പ്രാക്ടീസിന് പോകണം കേട്ടല്ലോ. ഒരു കോളേജിൽ നിന്ന് 2 സ്റ്റുഡൻസിനാണ് പങ്കെടുക്കേണ്ടത്. ഇതൊരു ജോയിന്റ് കോമ്പറ്റീഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മാത്രമായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ സാക്ഷിയുടെ പേര് ഞാൻ എഴുതി കൊടുത്തിരുന്നു. ഞാൻ ഋഷി പേര് കൊടുത്ത് അറിഞ്ഞില്ല. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടാണ് പേര് തരാത്ത. സാരമില്ല, ഞാൻ പേര് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സാമിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അതിനൊക്കെ ഇനിയും ടൈം ഉണ്ടല്ലോ. അതുകൊണ്ട് പഠിക്കാൻ നിങ്ങൾക്ക് ടൈം കിട്ടും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഇനിയിപ്പോൾ ബെല്ലടിച്ചാൽ നേരെ ഡ്രോയിങ് പ്രാക്ടീസിന് പോകുമല്ലേ. ഞാൻ എന്തായാലും ഒന്ന് ക്ലാസ്സിലിരുന്ന് ബോറടിക്കും. എനിക്ക് സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല. ഞാനിവിടെ എൻ്റെ ക്ലാസ് മിസ്സായാലും സങ്കടത്തിലിരിക്കുമ്പോഴേ അവൻ ക്ലാസ്സിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങാൻ നോക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, മര്യാദയ്ക്ക് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്ന് ആ നോട്ട്സൊക്കെ മര്യാദയ്ക്ക് തന്നോളാം കേട്ടല്ലോ. അത് സാക്ഷിയും ശ്രീജിത്തും അല്ലേ? അപ്പോൾ അവള് ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. ഇവന് കുറച്ചുകൂടെ അടുപ്പിക്കണം, എങ്കിലേ ഞാൻ ഉദ്ദേശിക്കുന്നതൊക്കെ നടക്കൂ. വഴിയുണ്ട്. ബെല്ലടിച്ചു. ലൈബ്രറി പോയാൽ അവനെ കാണാനില്ലല്ലോ. അവൻ വന്നാൽ നിങ്ങൾ അങ്ങോട്ട് പോവുമല്ലേ? ഞാനെന്നാ ക്ലാസ്സിലോട്ട്. അല്ല, ബെല്ലടിച്ചല്ലോ. രണ്ടാളും ഇവിടെ എന്ത് ചെയ്യാ? ഇയാളെപ്പോ എത്തി? അത് ബെല്ലടിച്ചപ്പോൾ ക്ലാസ്സിൽ പോകാൻ വേണ്ടി ഇറങ്ങുമായിരുന്നു. ഓ ആണോ? ആ, ശ്രീജിത്തിന് സുഖമല്ലേ? അച്ഛനെ ഞാൻ അന്വേഷിച്ചിട്ട് പറയാനാട്ടോ. ആ പിന്നെ ഏതായാലും കണ്ട സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ പറയാം. നാളെ സാക്ഷിയുടെ അമ്മയുടെ പിറന്നാളാ. മോൻ വരണം. ആണോ സാർ? പക്ഷേ സാക്ഷി എന്നോട് പറഞ്ഞില്ല. ആൻറ്റിയുടെ പിറന്നാളാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഞങ്ങളെ വിളിക്കാതെ ഒറ്റയ്ക്ക് ആഘോഷിക്കാൻ നോക്കുമായിരുന്നു അല്ലേ? സാരമില്ല, എന്തായാലും അങ്കിള് പറഞ്ഞില്ലേ, ഞാൻ വരും. എനിക്കും എൻ്റെ അമ്മയ്ക്കും എത്ര ഏജാന്ന് പോലും അറിയില്ല ഇയാൾക്ക്. എന്നിട്ട് ബർത്ത്ഡേ. ഇയാളിതെന്തുദ്ദേശിച്ച വായിൽ വരുന്നൊക്കെ വിളിച്ച് പറയുന്നത്. ഞാനിപ്പോൾ ഇവരോട് എന്താ പറയണ്ടേ? എനിക്ക് പോയിട്ട് ഓഫീസിൽ കുറച്ച് വർക്ക് ഉണ്ട്. മോൻ നാളെ വരണം. എന്നാ നിങ്ങൾ ക്ലാസ്സിലേക്ക് ചെല്ലേ, ഞാൻ പോവാ. ആ, ഋഷി വന്നല്ലോ. അപ്പോൾ ശരി, നിങ്ങൾ ഡ്രോയിങ് ക്ലാസ്സിലേക്ക് പോക്കോ, ഞാൻ ക്ലാസ്സിലേക്ക് പോവാം. വൈകുന്നേരം നമുക്ക് കാണാം. ആ, നീ ക്ലാസ്സിലുണ്ടാവുമല്ലോ. ഞങ്ങൾക്ക് വന്നിട്ട് നോട്ട്സൊക്കെ തരണം കേട്ടോ. അല്ലാതെ വല്ലവളെയും വായി നോക്കിയിരുന്ന് നോട്ടെങ്ങാനും സ്കിപ്പാക്കിയാൽ നോക്കിക്കോ. ഓ ശരി മാഡം. മാഡം പറയും പോലെ പോയി പ്രാക്ടീസ് ചെയ്തോ. ഞാൻ കറക്റ്റായിട്ട് നോട്ടൊക്കെ തന്നോളാം. ഇതാണോ ഈ കോളേജിലെ ഡ്രോയിങ് ക്ലാസ്? ആ, ഇതാണ് ഞങ്ങളുടെ ഡ്രോയിങ് ക്ലാസ്. കഴിഞ്ഞ ഇയർ വരെ ഞാൻ വരുമായിരുന്നു പ്രാക്ടീസിന്. എനിക്ക് കൂടെ ജോയിൻ ആയിട്ടുണ്ടായിരുന്നത് ഒരു 3rd ഇയറിലെ ചേട്ടനായിരുന്നു. ഈ വർഷം ആ ചേട്ടൻ പാസ് ഔട്ടായിട്ട് പോയതുകൊണ്ട് ഞാൻ പേര് കൊടുക്കാത്ത. ഋഷി പടം വരയ്ക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അറിയായിരുന്നെങ്കിൽ ഞാനും ആദ്യമേ സാറിൻ്റെ പേര് കൊടുത്തേനെ. ആ, എനിക്ക് ഡ്രോയിങ്ങിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. അല്ല, നിങ്ങളെങ്ങനെയാണ് പ്രാക്ടീസൊക്കെ ചെയ്യുന്ന? നീ ഇതിന് മുന്നേ കോമ്പറ്റീഷന് പങ്കെടുത്തിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഇവിടുത്തെ മെത്തേഡ്? കോളേജിൽ നിന്ന് 2 സ്റ്റുഡൻസിനെ ആയിരിക്കും കൊണ്ടുപോകുന്നുണ്ടാവുക. കോമ്പറ്റീഷൻ ഹാളിൽ ഒരു കുട്ടിയായിരിക്കും ആദ്യം കയറ്റുന്നുണ്ടാവുക. കോമ്പറ്റീഷൻ ഹാളിൽ ആദ്യത്തെ ഒരു കുട്ടിയെ കയറ്റും. അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മോഡൽ. ആ മോഡൽ പകുതി മാത്രം വരയ്ക്കുക. എന്നിട്ട് അടുത്ത കുട്ടിയെ കയറ്റും. ഒരിക്കലും അവിടെ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല എന്താണ് വരച്ചിട്ടുള്ളതെന്ന്. രണ്ടാമത് കയറുന്ന കുട്ടി ഇത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? എന്തായിരുന്നു വരച്ചിരുന്നത്? ഞങ്ങൾ രണ്ടും 2 ക്ലാസ് അല്ലേ. ആ ചേട്ടന് ഫ്രീ ഉള്ളപ്പോൾ ആ ചേട്ടൻ ഒരു പടത്തിൻ്റെ ഹാഫ് പോർഷൻ വരച്ച് വെക്കും. എനിക്ക് ഫ്രീ ഉള്ളപ്പോൾ ഞാൻ വന്ന് കംപ്ലീറ്റ് ചെയ്യും. ഓ അങ്ങനെയാണല്ലേ. ശരി, എന്നാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഞാനൊരു പിക്ക് വരയ്ക്കാം. താനത് കംപ്ലീറ്റ് ചെയ്തോ. ഒരു കാര്യം ചെയ്യും, ഞാൻ തന്നെ വരയ്ക്കാം. എന്നെയോ? അപ്പോൾ ഞാനെങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യും? എനിക്ക് എന്നെ തന്നെ കണ്ടു വരയ്ക്കാൻ പറ്റില്ലല്ലോ. എക്സാക്ട്ലി, അതല്ലേ വേണ്ടത്. ഞാൻ വരയ്ക്കുന്നതിൻ്റെ കണ്ടിന്യൂഷൻ നിനക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കണം അല്ലേ? നീ ആ വിൻഡോയുടെ പോയിരുന്നോ, ഞാൻ വരയ്ക്കാം. ശരി, ആയിക്കോട്ടെ. കഴിയാറായില്ലേ? ഇല്ല, കുറച്ചുകൂടി ഉണ്ട്. എനിക്ക് ഉറക്കം വരുക ഇവിടെ ഇരുന്നിട്ട്. ഇവള് ശരിക്കും ഉറങ്ങിയോ? തൻ്റെ ഹെയർ മൊത്തം ഫേസിൽ കിടക്കുക, ഒന്നെടുത്ത് മാറ്റിക്കേ. ഇവൾ ഉറങ്ങുവാണോ? നല്ല ഉറക്കമാണല്ലോ.
ഞാൻ തന്നെ എടുത്ത് മാറ്റിയാലോ? ഹേയ്, ഞാൻ വേറൊന്നുമല്ല. ആ ഹെയർ ഒന്ന് എടുത്ത് മാറ്റാൻ. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ഇറ്റ്സ് ഓക്കെ, തനിങ്ങനെ നെർവസ് ആവണ്ട. അല്ല, ഞാൻ മനഃപൂർവ്വം വേറെ ഒന്നിനുമല്ല. ഋഷി, താനെന്തിനാ എൻ്റെ അടുത്ത് ഇത്രയും നെർവസ് ആവുന്നത്? എൻ്റെ മുടി മുഖത്ത് വന്നപ്പോൾ തന്നെ ഒന്ന് മാറ്റി, അത്രയല്ലേ ഉള്ളൂ. ഞാൻ എന്തായാലും തന്നെ തിരിതിരിക്കാൻ പോകുന്നില്ല. പോരെ, കൂളാവ്. ഏയ് ഇല്ല, ഞാൻ കരുതി തന്നെ ഉറങ്ങിക്കിടന്നപ്പോൾ എണീറ്റപ്പോൾ ഞാൻ തെറ്റിദ്ധരിക്കുമെന്ന് കരുതിപ്പോയി. ഇല്ല, അത് വിട്ടെ. അല്ല, ഇനിയിപ്പോൾ എന്തായാലും ബെല്ലടിക്കാറായി. ഞാൻ നാളെ ഈ പടം നോക്കി ബാക്കി വരയ്ക്കാം. ആ ഇതാ ബെല്ലടിച്ചു. അപ്പോൾ നമുക്ക് പോവാം. നാളെ താൻ വന്ന് ഇതിൻ്റെ ബാക്കി വരച്ചാൽ പോരെ? ഇറങ്ങാം. അവന് ഞാനൊന്ന് തൊട്ടപ്പോൾ അത് ഇഷ്ടമായില്ല. അവളുടെ മുടി മാറ്റാനൊന്നും അവനൊരു കുഴപ്പമില്ല. നിന്നെ ഞാൻ വിടില്ല. പണ്ടേ എനിക്കുള്ളതെല്ലാം തട്ടിയെടുക്കല അവളുടെ പരിപാടി. ഇത് ഞാൻ സമ്മതിച്ചു കൊടുക്കൂല. അവൻ അവളെ ഇഷ്ടമില്ലാതാവണം. അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യണം. സമയമുണ്ടല്ലോ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അല്ല, പ്രാക്ടീസൊക്കെ കഴിഞ്ഞോ? നോട്ട് ഞാൻ വാട്സപ്പിൽ തരാം. വലുതായിട്ടൊന്നുമില്ല, കുറച്ച് നോട്ടേ ഉള്ളൂ. പിന്നെ ഋഷി, നാളെ ഞാൻ സാക്ഷിയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അവളുടെ അമ്മയുടെ ബർത്ത്ഡേയാണ്. നീ കൂടെ വാ, നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് പോവാം. അതെങ്ങനെ ഞാൻ വരും? എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ലല്ലോ, നിന്നെയല്ലേ ഇൻവൈറ്റ് ചെയ്ത്. അപ്പോൾ നീ പൊക്കോ. വിളിക്കാത്തടത്ത് പോകുന്നത് എനിക്കിഷ്ടമല്ല. ഋഷി, നേരത്തെ അച്ഛനായിരുന്നു ശ്രീയെ വിളിച്ചത്. നീ അപ്പോൾ ലൈബ്രറിയിൽ പോയിരിക്കുമായിരുന്നു. ഹേയ് സാക്ഷി, നീ ഇതൊന്നും കാര്യമാക്കണ്ട. അവനെയും കൊണ്ടേ ഞാൻ നാളെ വരും. അവനെ ഞാൻ കൊണ്ടുവന്നിരിക്കും. അയാൾ എന്തിനായിരിക്കും ഇല്ലാത്തൊരു ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞ് ശ്രീയെ വിളിച്ചത്? ഇതിൻ്റെ പിന്നിൽ എന്തായിരിക്കും ഉദ്ദേശം? നിന്നെ ഞാൻ എത്ര നേരമായിട്ട് താഴെ നിന്ന് വിളിക്കുന്നറിയോ? ഫുഡ് കഴിക്കണ്ടേ? ബാ, എന്താലോചിച്ചിരിക്കുക? അമ്മ എന്നെ വിളിച്ചോ? ഞാൻ കേട്ടില്ല. അല്ല, അച്ഛൻ താഴെ ഉണ്ടോ? ഫുഡ് കഴിക്കാനിരിക്കുക. അല്ല, എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നാളെ ഇവിടെ അമ്മയുടെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുക. അച്ഛൻ ശ്രീജിത്തിനെ വിളിച്ചിട്ടുണ്ട്. അതിന് എൻ്റെ ബർത്ത്ഡേ നാളെ അല്ലല്ലോ. അതെനിക്കറിയാം, അമ്മയുടെ ബർത്ത്ഡേ നാളെ അല്ലാന്ന്. അച്ഛൻ ശ്രീയോട് അങ്ങനെയാ പറഞ്ഞത്. അതാ എനിക്ക് മനസ്സിലാവാത്തത്. അത് മനസ്സിലാവണമെങ്കിൽ അമ്മയോടല്ല അച്ഛനോടല്ലേ ചോദിക്കേണ്ടത്. ഞാൻ മനഃപൂർവ്വം വിളിച്ചതാ. എൻ്റെ അച്ഛന് സുഖമില്ല. ഞാനും നിന്റെ അമ്മയും നാളെ നാട്ടിൽ പോവും. അപ്പോൾ അവൻ നാളെ ഇവിടെ വരും. അവനൊരു കുറവും വരാൻ പാടില്ല. അവൻ ചോദിച്ചാൽ പറഞ്ഞാൽ മതി. പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് അച്ഛനും അമ്മയും പോയതായിരുന്നു. കോളേജിൽ നിങ്ങൾക്ക് സംസാരിക്കാനൊന്നും അത്ര പ്രൈവസി കിട്ടില്ലല്ലോ. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ആരുള്ളത് അവൻ എന്തിനാ ഇങ്ങോട്ട്? അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് എന്തിനാ പ്രൈവസിയൊക്കെ? കൂൾ കൂൾ, അതൊക്കെ എന്തിനാന്ന് ഞാൻ വഴിയേ പറഞ്ഞുതരാം. ആദ്യം അവൻ ഇങ്ങോട്ട് വരട്ടെ. പിന്നെ ഞങ്ങൾ നാളെ എമർജൻസി ആയിട്ട് പോകുന്ന അവൻ അറിയാവൂ. നിന്റെ അമ്മയുടെ ബർത്ത്ഡേ നിങ്ങൾ രണ്ടുപേരും ആഘോഷിച്ചോ? ഞങ്ങൾ പോയിട്ട് രാത്രിയാവും. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ നടക്കണം. മനസ്സിലായല്ലോ? നീ വന്നേ, എനിക്ക് കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാളെ സാക്ഷി, അമ്മ ഇതൊന്നും അറിഞ്ഞില്ല. ചെല്ല്, കുറെ പാക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, സഹായിക്കേ. ഇതാണോ കുറച്ച് നോട്ട്? ഇതിപ്പോൾ ഒരുപാടുണ്ടല്ലോ. എപ്പോൾ എഴുതി തീരാനാ? ഋഷി, ഇതെന്തിനാ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്? നോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഋഷി, ഏതായാലും അടച്ചു വെക്കാം. നാളെ ഇരുന്നെഴുതാം, അല്ലെങ്കിൽ ശരിയാവൂല. എനിക്കിതെന്താ പറ്റിയേ? അവളെ എന്നെ എൻ്റെ മൈൻഡിൽ മൊത്തം ഛേ. എങ്ങനെ പോയാൽ ഞാൻ എങ്ങനെ ഉറങ്ങും? ഋഷി സ്ലീപ്പിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അയ്യോ, അവനോട് ഞാൻ വെറുതെ ചിരിക്കാൻ പറഞ്ഞു. ഇപ്പൊ കണ്ണടച്ച അവന്റെ ചിരിച്ച മുഖം മാത്രമേ വരുന്നുള്ളൂ. അതെന്താ?